എൻ്റെ ഏറ്റവും വലിയ സ്വപ്നം എന്താണെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾ ഞെട്ടും. സ്ക്രിപ്റ്റായിട്ട് പ്രിപ്പയർഡ് ആണ്, പക്ഷേ ഇതിനിടയ്ക്ക് ഗ്യാപ്പ് കിട്ടിയാൽ മറ്റേത് മേടിക്കും. പുതിയൊരു തുടക്കം എന്നുള്ള രീതിയിലാണ് തുടങ്ങിയത്, പക്ഷെ അത് എല്ലാത്തിൻ്റെ ഒടുക്കമായി പോകുന്ന ഒരു സാധനമായിരുന്നു. പുള്ളി പറഞ്ഞ് കുളിക്കരുത്, അങ്ങനെ ഞാൻ പറഞ്ഞാൽ ചെയ്യാറില്ല. ആരും ഭരിതം ഇതിപ്പോ ഞാൻ ചോദിക്കാൻ വേണ്ടി ചോദിപ്പിച്ചായിരുന്നല്ലോ. കാമുകില്ലെന്ന് പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കും. ഞാൻ എല്ലാ തമാശയായിട്ടാണ് എടുക്കുന്നത്. ചിലപ്പോൾ തോന്നുന്നു കുറച്ചുകൂടെ ചിന്തിക്കണ്ടായിരുന്നു, വേണ്ടായിരുന്നു. സെറ്റപ്പ് ഒന്നും എനിക്കില്ല, ഞാൻ മാറണം കുറച്ചൊക്കെ. ഡെവലപ്പായി നല്ല ഭയങ്കര കിടുവാണെന്നാണ് പറഞ്ഞത്, പക്ഷെ അത് പോട്ടെ. ഹായ് ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇറ്റ്സ് മീ അപർണ ആൻഡ് വെൽക്കം ബാക്ക് ടു ദി ഷോ. ഒരാളെ കോമഡി പറഞ്ഞ് ചിരിപ്പിക്കുക എന്ന് പറയുന്നത് അത്ര ഈസി ആയിട്ടുള്ള കാര്യമല്ലല്ലേ. പക്ഷേ സ്റ്റാൻഡപ്പ് കോമഡി കൊണ്ട് നമ്മൾ പ്രേക്ഷകരെ കയ്യിലെടുത്ത ഒരു കൊച്ചു മിടുക്കനാണെന്ന് നമ്മുടെ കൂടെ ഉള്ളത്. ലെറ്റ്സ് വെൽക്കം മഹാദേവൻ. ഹലോ, വെൽക്കം ടു ദി ഷോ. സുഖാണോ? സുഖാണ്. എന്തൊക്കെയുണ്ട് വിശേഷം? കുഴപ്പമൊന്നുമില്ല. എങ്ങനെയാണ് ഇങ്ങനെ എന്ത് പറഞ്ഞാലും ആളുകളെ ചിരിപ്പിക്കാൻ പറ്റുന്നതും ഏത് വീഡിയോ ഇറങ്ങിയാലും ഇങ്ങനെ വൈറലാവുന്നതും എങ്ങനെയാ സാധിക്കുന്നത് ഇതൊക്കെ? എനിക്കറിയില്ല, അങ്ങനെ എന്ത് പറഞ്ഞാലും ചിരിക്കുന്നില്ലല്ലോ. അല്ല, ഞാൻ ചിരിക്കാം. അങ്ങനെയല്ല, ഞാൻ ചിരിക്കാറുണ്ട്. ഞാൻ വീഡിയോസ് കണ്ട് ചിരിക്കാറുണ്ട്. എല്ലാരും ചിരിക്കാറുണ്ട്. അതെങ്ങനെയാ സാധിക്കുന്നത്? എന്തോ നമ്മള് എനിക്കറിയത്തില്ല. ഞാൻ കണ്ടിട്ട് കഴിയുമ്പോൾ ഇത് ഞാൻ യൂട്യൂബിൽ കണ്ടു കഴിഞ്ഞാൽ ഞാൻ എൻജോയ് ചെയ്യുമെന്നുള്ള ഒരു ഇതിലാണ് ഞാൻ ചെയ്യുന്നത്. അതുകൊണ്ടായിരിക്കാം ചിലപ്പം അങ്ങനെ സംഭവിക്കുന്നത് അല്ലേ. എങ്ങനെയാണ് ഈ ഒരു സ്റ്റാൻഡപ്പ് കോമഡി എന്നുള്ള ഒരു ഐഡിയ കിട്ടിയത്? അങ്ങനെ ഐഡിയ ആയിട്ട് കിട്ടിയൊന്നുമല്ല. ഞാനത് പലയിടത്ത് പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. കുഴപ്പമില്ലല്ലേ? അത് കുഴപ്പമില്ല, പറഞ്ഞോ. ഇല്ല, ഞാനത് ആദ്യം നമ്മൾ കുറെ സിനിമയുടെ ഓഡീഷൻസിനൊക്കെ അയക്കുമായിരുന്നു. അപ്പൊ ആരും വിളിച്ചിട്ടില്ല. അപ്പം അത് കഴിഞ്ഞ് പതുക്കെ ഞാൻ ഇങ്ങനെ ഒരു ദിവസം ഹോസ്റ്റലിൽ, ഞാൻ MSc ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഹോസ്റ്റലിൽ ആയിരുന്നപ്പം ഇങ്ങനെ മറ്റേ ഫണ്ട്സ് അപ്പോൺ എ ടൈമിന്റെ ഒരു ആഡ് കണ്ടപ്പം രമേശ് പിഷാരടി, എനിക്ക് രമേശ് പിഷാരടി ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാനിങ്ങനെ അതിലോട്ടുള്ള ഓഡീഷൻ കണ്ടപ്പോൾ ഞാൻ ഓർത്ത് രമേശ് പിഷാരടി നേരിട്ട് കാണാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ചുമ്മാ അപ്ലൈ ചെയ്തതാണ്. അപ്പം ഞാനൊരു അങ്ങനെ ഒരു വീഡിയോ ഒക്കെ ചെയ്തയച്ചു. എനിക്ക് സ്റ്റാൻഡപ്പ് കോമഡി ആണെന്നൊന്നും അറിയത്തൊന്നുമില്ല. അന്ന് ഞാൻ ഇതുവരെ കണ്ടിട്ടുമില്ല. അന്ന് കണ്ടിട്ടില്ലായിരുന്നു. അപ്പം അങ്ങനെ ഞാൻ ചുമ്മാ ഒരു വീഡിയോ, നമ്മളിങ്ങനെ കോമഡി ഒക്കെ പറയുമ്പോൾ കൂട്ടുകാർ ചിരിക്കുന്നൊക്കെ ഒരു കോൺഫിഡൻസ് ഒക്കെ ഉള്ളതുകൊണ്ട് അങ്ങനെ ചുമ്മാ കോമഡിയാണ് നമ്മളെ കൊണ്ട് പറ്റുന്നൊക്കെ അപ്ലൈ ചെയ്തു. അങ്ങനെ ചുമ്മാ അയച്ചു. കിട്ടി. അപ്പൊ ആദ്യമായിട്ടാണ് ഒരു ഓഡീഷൻ അയച്ചിട്ട് വിളിക്കുന്നത് നമ്മൾ ഇങ്ങോട്ട്. ബാക്കിയൊന്നും ഞാനത് മെയിൽ പോകാത്തതാണോ എന്താണ് പരിപാടി എന്നൊക്കെയാണ് ഇത്രയും കാലം ആലോചിച്ചിട്ടുള്ളത്. പക്ഷെ ഇതാണ് ആദ്യമായിട്ട് വിളിക്കുന്നത്. അപ്പൊ വിളിച്ചപ്പോ ആ ഒരു എക്സൈറ്റ്മെന്റിൽ ഞാൻ എൻ്റെ ഇന്റേണലൊക്കെ കളഞ്ഞിട്ടാണ് വന്ന് ചെയ്യുന്നത്. പക്ഷെ അതത്ര അങ്ങോട്ട് വർക്കായില്ല. കാരണം എനിക്കും വലിയ പരിപാടി അറിയത്തില്ലായിരുന്നു. അപ്പൊ കുറച്ച് നമ്മളെ കൂട്ടുകാരൊക്കെ ഭയങ്കര ഇച്ചിരി കളിയാക്കല് പരിപാടികളൊക്കെ ആയി. ആകപ്പാടെ അപമാനകരമായി. നമ്മളിത് പുതിയൊരു തുടക്കം എന്നുള്ള രീതിയിലാണ് തുടങ്ങിയത്, പക്ഷെ അത് എല്ലാത്തിന്റെ ഒടുക്കമായി പോകുന്ന ഒരു സാധനമായിരുന്നു. അപ്പൊ അതുകൊണ്ട് അതെങ്ങനെയാലും തിരിച്ചു പിടിക്കണം, അങ്ങനത്തെ ഒരു ഇതുണ്ടായിരുന്നു. അവിടെ തന്നെ ട്രൈ ചെയ്തപ്പോൾ കിട്ടിയില്ല. അപ്പൊ ഞാൻ പിന്നെ കുറെ കണ്ടന്റ് ചെയ്തിട്ട് ലാസ്റ്റ് അത് ബമ്പർ ചിരി അപ്പം ട്രെൻഡായി വരുമായിരുന്നു. ആ സമയത്ത് അയച്ച് അവര് വിളിച്ചു. ഞാൻ ഒട്ടും അതും പ്രതീക്ഷിച്ചില്ല വിളിക്കും എന്നുള്ള. അപ്പം വിളിച്ചത് സെറ്റായി. ആദ്യത്തെ ബമ്പറൊക്കെ അടിച്ചപ്പോ അപ്പോഴാണ് ആദ്യത്തെ ബമ്പർ അടിച്ചപ്പോ ഉണ്ടായിരുന്ന ആ മനസ്സിലെ വികാരം എന്തായിരുന്നു? അത് ഭയങ്കര വികാരഭരിതം. അല്ല, എനിക്ക് ഞാൻ പറഞ്ഞ ആദ്യത്തെ തുടക്കമൊക്കെ ഭയങ്കര വിഷയമായിരുന്നു. നല്ലൊരു തുടക്കമൊന്നും അല്ലായിരുന്നു. അപ്പൊ എനിക്കത് കുറെ ഡിപ്രഷനും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട്. ഞാൻ കുറെ നല്ല രീതിയിൽ വിഷമിച്ചിട്ടുണ്ട് ആ സമയത്ത്. അപ്പൊ ഒരു 2-3 മാസത്തേക്ക് കുറെ വർക്ക് ചെയ്തിപ്പം ഇത് ആൾക്കാർ കേൾക്കുമ്പോൾ മറ്റേതിൽ നിന്ന് പോയി രാത്രി വന്ന് എഴുതി അടുത്ത് സ്ക്രിപ്റ്റ് എഴുതി പിറ്റേ ദിവസം മഴവില്ല അയച്ചതല്ല. ഇതിനിടയ്ക്ക് ഒരു സ്ട്രഗിൾ ഉണ്ട് ഭയങ്കര. അത് ഭയങ്കര നമുക്ക് ഭയങ്കര. എങ്ങനെയാ അപ്പൊ ഫണ്ട്സ് അപ്പോൺ എ ടൈമിൽ നിന്ന് ബമ്പർ ചിരിയിലേക്ക് വരുമ്പോ എങ്ങനെയാ സ്വന്തം ഉള്ളിലെ ആ സ്റ്റാൻഡപ്പ് കൊമേഡിയനെ ഡെവലപ്പ് ചെയ്തെടുത്തത് എങ്ങനെയാ? ഞാനത് ആദ്യം ചെയ്തതിനെക്കാട്ടിലും കുറച്ചുകൂടെ ബെറ്റർ ആണെന്ന് എനിക്ക് തോന്നിയ ടൈപ്പ് ഒരു സ്ക്രിപ്റ്റ് ചെയ്ത് അവിടെ ചെയ്തപ്പോൾ അവര് കുഴപ്പമില്ല, ഇമ്പ്രൂവ് ആയി ഡെവലപ്പ് ആയി എന്നൊക്കെ പറഞ്ഞിരുന്നു. അത് പക്ഷെ അത് എന്നിട്ടും എടുത്തില്ല. അതെന്താണെന്ന് അറിയത്തില്ല. ഡെവലപ്പായി എന്ന് പറഞ്ഞു, പക്ഷെ എടുത്തില്ല. അപ്പം ഡെവലപ്പായി നല്ല ഭയങ്കര കിടുവാണെന്നാണ് പറഞ്ഞത്, പക്ഷെ അത് പോട്ടെ, വിളിച്ചില്ല. അപ്പൊ എനിക്ക് അതൊക്കെ കൊണ്ടാണ് വിഷമം. അതായത് നല്ലതാണെന്ന് പറഞ്ഞു, പക്ഷെ എന്നിട്ടും കിട്ടിയില്ല. അപ്പൊ അന്നൊക്കെ നമ്മൾ പ്രതീക്ഷിച്ചിരിക്കുവാണ്, വിളിക്കും, ഇപ്പൊ വിളിക്കും, അങ്ങനെ എല്ലാവരോടും ആൾക്കാരൊക്കെ ഇനി അടുത്ത എപ്പിസോഡ് എന്താണെന്നൊക്കെ. ഞാൻ കൊറോണ ആയതുകൊണ്ട് നിർത്തി വെച്ചേക്കാന്നൊക്കെ അവിടെ ഷൂട്ടൊക്കെ നടക്കുന്നത് നമുക്കറിയാം. അപ്പൊ അങ്ങനെയൊക്കെ പിടിച്ചാണ് നിൽക്കുന്നത്. അപ്പൊ നമ്മളോട് ചെയ്ത ആദ്യത്തെ ആൾക്കാർ രണ്ടാമത്തെ എപ്പിസോഡൊക്കെ വന്നു. അപ്പൊ ആൾക്കാർക്ക് മനസ്സിലായി തുടങ്ങി ഞാൻ തള്ളുമാണ്, സംഭവം നമ്മളെ വിളിക്കാഞ്ഞിട്ടാണെന്നുള്ളൊരു സാധനമൊക്കെ മനസ്സിലാകുന്നുണ്ട്. അപ്പൊ അങ്ങനത്തെ ഒക്കെ ഇതടിച്ച് മൊത്തത്തിൽ ആ ഒരു ഡാർക്ക് വൈബ്സ് ആയിരുന്നു കുറച്ച് ആളായിട്ട്. അങ്ങനെ ആ സ്ക്രിപ്റ്റ് റെഡി ആവുന്നപ്പം നമ്മളെ വേണ്ട അടുത്ത സാധനം ചെയ്യാം,
എന്നുള്ള ഇതിൽ ചെയ്തു. അപ്പൊ അത് കുറച്ചുകൂടെ ഡെവലപ്പായെന്ന് എനിക്ക് തന്നെ തോന്നി. അവര് പക്ഷെ എടുത്തില്ല. പിന്നെ ഞാൻ അതും കളഞ്ഞു. പിന്നെ ഞാൻ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി തന്നെ രക്ഷപ്പെടാന്ന് വിചാരിച്ചു. ഓരോരോ തോന്നലുകളാണല്ലോ. ഓരോ തോന്നലുകളാണല്ലോ നമ്മളെ ഓരോരുത്തരത്തൊക്കെ എത്തിക്കുന്നത്. സാരമില്ല. അങ്ങനെ യൂട്യൂബിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സ്ക്രിപ്റ്റ് എഴുതി. എന്നിട്ടത് വീണ്ടും ഞാൻ അത് ഭയങ്കര രസമായി. അപ്പൊ എനിക്ക് തോന്നി ഇത് ഞാൻ യൂട്യൂബിൽ എൻ്റെ ചാനലായിട്ട് തുടങ്ങിയത് ആരും കാണത്തില്ല. അത് അത്ര എഫേർട്ട് വെറുതെ ആവുള്ളൂ. അപ്പൊ ഞാൻ ഓർത്ത് ഇത് ചാനലിൽ കൂടെ ആണെങ്കിൽ ആൾക്കാർ കാണുമല്ലോ എന്ന് ഓർത്ത് വീണ്ടും മറ്റിടത്ത് തന്നെ ശ്രമിച്ചു. പക്ഷെ നടന്നില്ല. അപ്പോഴാണ് ഞാൻ ഇത് ബമ്പർ ചിരിയിൽ അയച്ച് അങ്ങനെ. അപ്പൊ ഇത് ഇതിനിടയ്ക്ക് തന്നെ 3-4 ഞാൻ തന്നെ എഴുതി കളഞ്ഞു. അതിലൊക്കെ ആയിരിക്കണം ഡെവലപ്പ് ആയത്. പിന്നെ ഞാൻ ജോൺ ജോണിന്റെ ഒക്കെ വീഡിയോസ് ഒക്കെ കാണാറുണ്ട്. അപ്പം കുറച്ചുകൂടെ ബ്രില്യൻ്റ് ആയിട്ടൊക്കെ എങ്ങനെ ചെയ്യണം എന്നാണ്. അപ്പൊ ഈ വികാരത്തെ കുറിച്ച് പറഞ്ഞപ്പോഴാ ഈ സ്റ്റാൻഡപ്പ് കോമഡി അവതരിപ്പിക്കുന്നത് ഭയങ്കര വൻ കോമഡിയാ. ജഡ്ജസ് ചിരിക്കുന്നു, ഹോസ്റ്റ് ചിരിക്കുന്നു, പക്ഷെ സ്വന്തം മുഖത്ത് അധികം വികാരം വരത്തില്ല. അത് എങ്ങനെയാണ് ഈ ആളുകളൊക്കെ ഇത്രയും ചിരിച്ചുകൊണ്ടിരിക്കുമ്പോഴും സ്വന്തമായിട്ടൊരു വികാരം ഇപ്പൊ ഈ പറയുമ്പോഴും തമാശ പറയുമ്പോഴും ഇങ്ങനെ ചിരിക്കുന്നുണ്ടെങ്കിലും അത്രയങ്ങോട്ട് എങ്ങനെയാ ചെയ്യാൻ പറ്റുന്നു സ്റ്റേജിൽ കയറി നിന്ന്? ഇല്ല, ഞാൻ ചിരിക്കാറുണ്ട്. എനിക്ക് ആൾക്കാർ ചിരിക്കുന്ന കാണുമ്പോൾ ചിരി വരും. എന്നിട്ട് പിടിച്ചു വെക്കുന്നതാണോ? ഒരു പരിധി വരെയൊക്കെ. കാരണം ആൾക്കാർക്ക് ഇഷ്ടമല്ല എന്ന് തോന്നുന്നു അധികം നമ്മൾ ചിരിക്കുന്നത്. ചിലർക്ക് അങ്ങനെ പലരും പല അഭിപ്രായം പറയുമല്ലോ. ചിലർക്ക് ഇങ്ങനെ പറയുന്ന ആൾക്കാർ ചിരിക്കണ്ടെന്നൊക്കെയാണ് അവര്. നമ്മൾ ചിരിച്ചോളാം, നിങ്ങൾ ചിരിക്കണ്ടെന്നൊക്കെ വൈബുള്ളവരും ഉണ്ടെന്ന് തോന്നുന്നു. അങ്ങനത്തെ കുറെ കമന്റ്സ് ഒക്കെ കണ്ടിട്ടുണ്ട്. ഞാൻ ആദ്യമൊക്കെ ആവശ്യമില്ലാതെ കുറെ ചിരിക്കുമായിരുന്നു. കാരണം ഞാൻ അങ്ങനെയാണ് കൂട്ടുകാരോടൊക്കെ സംസാരിക്കുമ്പോൾ ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ ഞാൻ തന്നെയാണ് ഏറ്റവും കൂടുതൽ ചിരിക്കുന്നത്. പിന്നെ അവര് ചിരിക്കുന്ന കാണുമ്പോൾ വീണ്ടും ചിരിക്കും. അങ്ങനെ മൊത്തത്തിൽ ഞാനാണ് ഏറ്റവും കൂടുതൽ ചിരിക്കാറുണ്ട്. തമാശക്ക് ഏറ്റവും അധികം അത് കുഴപ്പമില്ല, ഞാനും അങ്ങനെ ചെയ്യാറുണ്ട്. പക്ഷെ എനിക്ക് ഇത്ര ഓഡിയൻസ് ഇല്ലെന്നേ ഉള്ളൂ. ഞാൻ തന്നെ ചിരിക്കണം, മനസ്സിലായില്ലേ? എനിക്ക് മനസ്സിലായി അവസ്ഥ ഇതൊക്കെ തന്നെ ചിരിക്കണം. അപ്പൊ ഇവിടെ വന്നപ്പോഴും ഞാൻ അങ്ങനെ തന്നെയാണ്. ഞാൻ തന്നെ ചിരിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ആൾക്കാർ എന്താണ് എനിക്ക് തോന്നുന്നു നമ്മൾ കൂടുതൽ ചിരിക്കുന്ന ആൾക്കാർക്ക് അത്ര ഇതില്ലാന്ന് തോന്നുന്നു. അങ്ങനെയാണ് ഒരു വികാരം കുറച്ചു തുടങ്ങിയെന്നാണ് പറയുന്നത്. അങ്ങനെ ഇപ്പൊ ഇച്ചിരിയൊക്കെ കൺട്രോൾ ചെയ്യുന്നുണ്ട്. ഇതിനെ ഇത്ര ചിരിക്കണ്ടാവും. എന്റെ തമാശക്ക് നിങ്ങൾ ചിരിച്ചാൽ മതി എന്നൊക്കെ. ചെറുപ്പത്തിലെ ഇങ്ങനെ ഭയങ്കര ഹ്യൂമറസ് ആയിരുന്നോ? എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം എനിക്ക് ആൾക്കാരെ ഏറ്റവും കൂടുതൽ നമുക്ക് ഒരു ഫസ്റ്റ് ഇംപ്രഷൻ ഉണ്ടാക്കാൻ പറ്റുന്നത് എപ്പോഴും ചിരിപ്പിച്ചോണ്ടാണെന്ന്. ഞാൻ ചുമ്മാ ഇപ്പൊ ഞാൻ അങ്ങനെയൊക്കെ ശ്രമിക്കാം. പണ്ട് തൊട്ട് അങ്ങനെ ചെയ്യാറുണ്ട്. ഇപ്പൊ നമ്മള് ജീവിതത്തിൽ ഒരു തവണയൊക്കെ കാണത്തുള്ളായിരിക്കും ആരെങ്കിലും ഒരാൾ. ഞാനിപ്പോ ഒരു ഡോക്ടറിനൊക്കെ കാണുമ്പോൾ ചുമ്മാ അവരെ ചിരിപ്പിക്കാൻ നോക്കും. മെഡിക്കൽ സ്റ്റോറിൽ ഇപ്പൊ അവരെ ചിരിപ്പിക്കും. അങ്ങനെ എന്തെങ്കിലും ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടോ ഭയങ്കരമായിട്ട് അവരെ ചിരിപ്പിച്ച്? അല്ല, അങ്ങനെ ഭയങ്കര ഈയിടെ ഞാൻ ലോക്ക്ഡൌൺ ഇടയിലൂടെ ഓൺലൈനിൽ ഡോക്ടറെ കൺസൾട്ട് ചെയ്തിട്ട് പുള്ളിക്ക് അറിയത്തൊന്നുമില്ല. ഞാനപ്പോൾ സ്റ്റാൻഡപ്പ് ചെയ്യുന്നുണ്ട്. പക്ഷെ പുള്ളിക്ക് എന്നെ അറിയത്തൊന്നുമില്ല. പക്ഷെ നമ്മൾ സംസാരിച്ച് ഭയങ്കര വൈബായിട്ട് പുള്ളി ഓൺലൈനിലാണ്. പുള്ളി എന്നിട്ട് ഇരുന്നോണ്ടൊക്കെ ഇരുന്ന് പുള്ളി ലാപ്പൊക്കെ എടുത്ത് കട്ടിലിട്ട് പുള്ളി കിടന്ന് എന്നോടൊക്കെ വർത്താനൊക്കെ പറഞ്ഞു കുറെ നേരം. എന്തായിരുന്നു അന്ന് പുള്ളി അത്രയും ചിരിപ്പിക്കാനുണ്ടായ ഒരു കോമഡി പറയൂ. ഇത് ദിവസേന നടക്കുമല്ലേ, ഓർത്ത് വെക്കുന്നില്ല. ദിവസേന ഞാൻ എല്ലാവരെയും ചിരിപ്പിക്കുവാണ്, എങ്ങനെ ഓർത്തിരിക്കാനാണെന്നോ? അല്ലല്ല, അതെന്തോ അന്നെന്തോ ചുമ്മാ രോഗകാര്യങ്ങളൊക്കെ പനിയായിട്ടായിരുന്നു വിളിച്ചത്. എനിക്കൊന്ന് സൈനസൈറ്റിസിന്റെ ഇഷ്യൂ ഉണ്ടായിരുന്നു. അപ്പൊ അത് പറഞ്ഞിട്ട് അങ്ങനെ എന്തൊക്കെയോ പുള്ളി പറഞ്ഞു കുളിക്കരുത്. അങ്ങനെ ഞാൻ പറഞ്ഞാൽ ചെയ്യാറില്ല. അതല്ല വേറെ എന്തെങ്കിലും പോസിബിലിറ്റി ഉണ്ടെങ്കിൽ അത് പറയാം. അങ്ങനത്തെ സാധനമൊക്കെ. ലാസ്റ്റ് ഡോക്ടർ സീരിയസ് ആയിട്ട് പനി. അല്ല, പുള്ളി കൺസൾട്ടിങ് ടൈം ഒക്കെ കഴിഞ്ഞിട്ട് നമ്മളോട് കുറെ നേരമൊക്കെ സംസാരിച്ചു. എന്റെ ഒന്നാമത്തെ സീൻ, ഞാൻ ലാപ്പിന്റെ ഫ്രണ്ട് ഇവിടെ ഇരിക്കുന്നു. എന്റെ രണ്ട് സൈഡിലും ഫ്രണ്ട്സ് ഇരിപ്പുണ്ട്. അവർക്ക് ഡോക്ടറെ കാണാം. പുള്ളി ചിരിക്കുന്നു, ഇവര് കേൾക്കുന്നുണ്ട് പുള്ളി പറയുന്നതും ചിരിക്കുന്നതൊക്കെ. അപ്പൊ അവന്മാര് സൈഡിൽ നിന്ന് സ്റ്റാൻഡപ്പ് പറ അങ്ങനെയൊക്കെ പറയുന്നത്. പക്ഷേ ഞാൻ പറഞ്ഞൊന്നുമില്ല. ഇപ്പൊ പുള്ളി ഇന്റർവ്യൂ കാണുവാണെങ്കിൽ പുള്ളിക്ക് മനസ്സിലാവും അന്ന് എന്നെ ചിരിപ്പിച്ച കുട്ടിയാണ്. ഒരു ഭാഗത്ത് എവിടെയുള്ള ഒരു ഡോക്ടറാണ്. അപ്പൊ എന്തായാലും കാണും. വീട്ടുകാര് എങ്ങനെയായിരുന്നു ഇത്? നിങ്ങളെ സ്റ്റാൻഡപ്പ് കോമഡിയൻസിന്റെ ഒരു പ്രത്യേകതയാണ് വെറുതെ ഒരാൾ നടന്നു പോയാലും അവരെയും വലിച്ചതിലിട്ടിട്ട് മൊത്തത്തിൽ. എനിക്കത് പണ്ടത്തെ കുഞ്ചൻ നമ്പ്യാര് ആ ഒരു കലാരൂപം ഒന്ന് ട്രാൻസ്ഫോം ചെയ്ത് ഒരു സ്റ്റാൻഡപ്പ് കോമഡിയിലേക്ക് മാറി നിൽക്കുകയാണെന്ന് തോന്നിയിട്ടില്ലേ? എന്നൊക്കെ പറയുന്നുണ്ട്. അല്ല, അങ്ങനെ തോന്നിയിട്ടില്ലേ? ശരിയാണ്. ഇല്ലേ? പണ്ട് പഠിക്കാനുണ്ടായിരുന്നില്ലേ ഈ ഓട്ടംതുള്ളലല്ലേ? പഠിക്കാനുണ്ടായിരുന്നില്ലേ? പിന്നെ അപ്പം ഇപ്പൊ സ്റ്റാൻഡപ്പ് കോമഡി ചെയ്യുമ്പോൾ അതൊരു ട്രാൻസ്ഫോം ചെയ്ത് വന്നതാണെന്ന് തോന്നിയിട്ടില്ല? കറക്റ്റാണ്. ഞാൻ പഠിച്ചൊക്കെ ഓർക്കുന്നുണ്ട്.
ഈ വഴി കൂടെ നടന്നു പോകുന്നവരെ വരെ നിങ്ങൾ വലിച്ചതിലേക്ക് ഇട്ട് അതൊരു സ്ക്രിപ്റ്റ് ആക്കി മാറ്റി കളിയാക്കുമ്പോൾ ആളുകൾ ചോദിക്കത്തില്ലേ എന്നെ വലിച്ചിടേണ്ട ആവശ്യമുണ്ടായിരുന്നു അത് അതിനകത്ത്. ആൾക്കാർ രണ്ട് രീതിയിൽ ചോദിക്കുന്നവരാണ്. ഒന്ന് അങ്ങനെ എല്ലാവരും അങ്ങനെ പറയുന്നുണ്ടല്ലോ എന്ന് പറയുന്നവരുണ്ട്, പറയണമെന്ന് ആഗ്രഹമുള്ളവരുണ്ട്. ആ ആ ആ ചിലർ നമ്മളോട് സംസാരിച്ചിട്ട് ഇനി ഇതൊന്നും ഇവിടെ പോയി പറയരുത് കേട്ടോ, ആ സാധനം പറയും. ആ ആ. അങ്ങനെ കാരണം അവർക്ക് നല്ല ആഗ്രഹമുണ്ട് ഇത് അവിടെ പറയണം എന്ന്. പറയണം അതുകൊണ്ട് പറയണ്ടെന്ന് പറയും അല്ലേ. അതെ, അതെ. അങ്ങനെ അതുകൊണ്ട് പ്രത്യേകം പറയണ്ട. പിന്നെ ചിലർ ഭയങ്കര ദാനശീലമാണ്, ഇത് വേണമെങ്കിൽ പറഞ്ഞോ എന്ന് പറയും. എന്നിട്ട് അതൊക്കെ എടുക്കാറുണ്ടോ? ഇല്ല ഇല്ല, നമ്മളങ്ങനെ നമ്മളിത് ചുമ്മാ ഒരാളെ എടുത്തിട്ട് ആ, ചുമ്മാ അങ്ങനെ ഒരു കണ്ടന്റ് ഉണ്ടാക്കുമല്ലോ. നമ്മൾ ആൾക്കാർക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ക്യാരക്ടേഴ്സിനെ ആണല്ലോ നമ്മൾ ചൂസ് ചെയ്ത് അങ്ങനെ പറയുന്നത്. അപ്പൊ അത് അവരുടെ എല്ലാവരുടെ ലൈഫിലുള്ള ഒരാളായിരിക്കും. അവർക്ക് കണക്ട് ആവാൻ വേണ്ടി. ഇതിലും മിക്കതും അങ്ങനെ എല്ലാം കറക്റ്റ് ആവണം അങ്ങനൊന്നും ഇല്ല. ഓട്ടംതുള്ളലാണോ ചാക്യാർകൂത്താണോ എന്ന് കറക്റ്റ് അറിയത്തില്ല. പക്ഷെ ഞാൻ ചോദിക്കാൻ വന്നത് വീട്ടുകാരെ വലിച്ചിടുമ്പോൾ അവരെന്തെങ്കിലും പറയാറുണ്ടോ? അതായത് അമ്മ, അച്ഛൻ, ചേച്ചി അവരെയൊക്കെ ഇങ്ങനെ എല്ലാവരും ഞാനിടയ്ക്ക് സ്ക്രിപ്റ്റ് ഒക്കെ ചെയ്യുമ്പോൾ അമ്മയോടൊക്കെ പറയാറുണ്ട്, ഇതിൻ്റെ അകത്ത് ഇങ്ങനെ പറയുന്നുണ്ട് എന്നൊക്കെ പറയും. അപ്പൊ അമ്മ ചിരിക്കും, കുഴപ്പമൊന്നുമില്ല. അച്ഛനോട് അങ്ങനെ പറയാറില്ല. പക്ഷെങ്കിലും ടി വി കാണുമ്പോൾ ഞാൻ ചില എപ്പിസോഡൊക്കെ വരുമ്പോൾ നമ്മൾ ഒരുമിച്ചിരുന്ന് കാണാറുണ്ട്. അപ്പോൾ ആദ്യത്തെ ഒന്നും കാണാൻ പറ്റിയിട്ടില്ല. ബമ്പർ സീറ്റിലെ ആദ്യത്തെ 3 എപ്പിസോഡൊന്നും എനിക്ക് ടി വി കാണാൻ പറ്റിയിട്ടേ ഇല്ല. അതെന്താ? അപ്പം ഷൂട്ടിലോ എന്തെങ്കിലും പരിപാടിയിലോ അങ്ങനെയൊക്കെ ആയിട്ട് തിരക്കായി പോയിട്ട് കാണാൻ പറ്റാറില്ലായിരുന്നു. അപ്പം അങ്ങനെ പിന്നെ അതാണ് എനിക്കത് എനിക്ക് പണ്ട് തന്നെ ടി വി കാണാൻ ഭയങ്കര മടുപ്പായിരുന്നു. പക്ഷെ ഇത് കാണണം എന്നുണ്ടായിരുന്നു, പക്ഷെ കാണാൻ പറ്റുന്നില്ലായിരുന്നു. പക്ഷെ അങ്ങനെ കണ്ട് ഇത് കാണുമ്പോഴൊക്കെ അവർ ചിരിക്കുന്നതാണ്, അവരെ തന്നെ പറയുന്നതൊക്കെ കേൾക്കുമ്പോൾ അവർ ചിരിക്കുന്നതൊക്കെ. ഇരിക്കുന്നവരാണ്. എനിക്കൊന്ന് എൻ്റെ കണ്ടന്റൊക്കെ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യുന്ന അമ്മയാന്ന് തോന്നുന്നു. അമ്മയാണ് അമ്മ ഭയങ്കരമായിട്ട് ചിരിക്കുന്നതാണ്. ഏറ്റവും അധികം സപ്പോർട്ട് ചെയ്യുന്നത് ആരാ? എല്ലാവരും ഒരുപോലൊക്കെ തന്നെ. ഞാൻ ചേച്ചിയോടൊക്കെ ഞാൻ സ്ക്രിപ്റ്റ് ഫുൾ കംപ്ലീറ്റ് ചെയ്തിട്ട് പറയാറുണ്ട്. ഫുൾ കേൾപ്പിക്കുന്ന ചേച്ചിയാണ്. അപ്പോൾ അവിടെ സജഷൻസ് ഒക്കെ പറയാറുണ്ട്. ഇപ്പൊ തമാശയാണെങ്കിലും ചിരിക്കുമെങ്കിലും അതിനെ ക്രിട്ടിസൈസ് ചെയ്യുന്ന ഒരുപാട് ഓഡിയൻസ് ഉണ്ടാവുമല്ലോ. അങ്ങനെ ക്രിട്ടിസിസം ഒക്കെ ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്? മൈൻഡ് ചെയ്യാറില്ല. അല്ല, അങ്ങനെയുള്ളവരുണ്ട്, അവരൊക്കെ നോക്കാൻ പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. തമാശ പറയുന്ന ആൾക്ക് കാമുകില്ലെന്ന് പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കില്ല. എല്ലാ തമാശയായിട്ടാണ് എടുക്കുന്നത്. അതെനിക്ക് ഇഷ്ടപ്പെട്ടു. അതുകൊണ്ടാണോ കാമുകി ഇല്ല എന്ന് പറഞ്ഞത്? അല്ലല്ല, അങ്ങനെയല്ല ഞാൻ പറഞ്ഞ, എന്റെ കാമുകി എന്നൊക്കെ ഞാൻ പറഞ്ഞപ്പോ അങ്ങനെ പറഞ്ഞാണ്. അങ്ങനെയാണ്. അപ്പൊ കാമുകി ഇല്ല. എല്ലാം ശ്രദ്ധിക്കണമല്ലോ, നമ്മളിപ്പോ അതാണല്ലോ പറഞ്ഞോണ്ടിരുന്നത്. കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അത് ഞാൻ അടുത്ത ചോദ്യമായിട്ട് ചോദിക്കാം, അപ്പൊ പിന്നെ തിരുത്തി പറയാമല്ലോ, കുഴപ്പമില്ല. കാമുകി ഇല്ലെന്നാണ് പറയുന്നത് സാധാരണ. ഇതിപ്പോ ഞാൻ ചോദിക്കാൻ വേണ്ടി ചോദിപ്പിച്ചാണല്ലോ. ഇല്ല, ഒരിക്കലും ഇല്ല. ഞാൻ ഇതെന്തായാലും ചോദിച്ചേനെ. കാരണം തമാശ പറയുന്ന ആൺകുട്ടികളോട് പെൺകുട്ടികൾക്ക് നല്ല, പൊതുവെ എല്ലാ മനുഷ്യർക്കും ഒരു ഇഷ്ടക്കൂടുതലല്ലേ അല്ലേ? കോമഡി താരങ്ങളോട് ഒരു പ്രത്യേക ഇഷ്ടമല്ലേ എല്ലാ മലയാളി പ്രേക്ഷകർക്കും? അപ്പൊ ഒബ്വിയസ്ലി വളയ്ക്കാൻ വേണ്ടിയിട്ട് തമാശയൊന്നും പറഞ്ഞിട്ടില്ലെന്നാണോ പറയുന്നത്? പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ അങ്ങനെയൊക്കെ ആയിരിക്കും പഠിച്ചത്. അങ്ങനെ തമാശ പറയാൻ പഠിച്ചിരുന്നോ? അല്ലല്ല, പറഞ്ഞിട്ടൊക്കെ ഉണ്ട്. പിന്നെ ഓക്കെ. എന്തായിരുന്നു പഠിച്ചിരുന്നത്? ഞാൻ പഠിച്ചത് ജിയോളജിയാണ്, ഡിഗ്രി ചെയ്ത്. പിന്നെ PG ജിയോ ഇൻഫർമാറ്റിക്സ് ചെയ്തു. എന്നിട്ട് ഫുള്ളി ട്രാക്ക് മാറ്റിയപ്പോൾ വീട്ടുകാരെന്താ പറഞ്ഞത്? കാരണം ഫുള്ളി ട്രാക്ക് മാറി മീഡിയയിലേക്ക് ഇറങ്ങി ഇപ്പൊ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നതും അതിൽ തന്നെയല്ലേ. അപ്പൊ എന്താ വീട്ടുകാരും സ്വന്തമായിട്ടുണ്ടായ ചിന്തകളും എന്തായിരുന്നു? സ്വന്തമായിട്ടുള്ള ചിന്ത ആദ്യം പറയണം. എൻ്റെ പ്രൊഫഷൻ ഭയങ്കര മടുപ്പാണ് ശരിക്കും. ഭയങ്കര വർക്കിംഗ് അവേഴ്സ് ഒക്കെ കൂടുതലാണ്, ഭയങ്കര ഹെവി പരിപാടിയാണ്, മാപ്പിംഗ് പരിപാടികളൊക്കെയാണ്. അപ്പൊ നമ്മള് വർക്ക് ചെയ്തിരുന്നു അപ്പം? ഇല്ല, ഞാൻ നമ്മൾ PG ചെയ്യുമ്പോൾ തന്നെ സൈഡായിട്ടൊക്കെ പ്രോജക്റ്റ് ഒക്കെ ചെയ്യുന്നു. അങ്ങനത്തെ PG ഒക്കെ കഴിഞ്ഞ് അത്യാവശ്യം പ്രായമുണ്ടല്ലേ? അത്യാവശ്യം 24. അത്രേ ഉള്ളൂ? ഞാനൊരു 22 പ്രതീക്ഷിച്ചത്. കണ്ട ചർമ്മം കണ്ട പ്രായം പറയില്ല. അപ്പം ഇതാണത്. എനിക്കങ്ങനെ വർക്ക് ചെയ്യുന്നത് ഇത് എൻ്റെ ഇയർ ആയപ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ടിനൊക്കെ ഒരു മാപ്പൊക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ടെന്ന്. അപ്പം 8 മണിക്കൂറൊക്കെ എടുക്കുന്നുണ്ട് ഒരു മാപ്പൊക്കെ ചെയ്യാൻ. അപ്പം ഭയങ്കര നമ്മൾ പിന്നെ ചെറിയ പെർഫെക്ഷനിസ്റ്റ് പരിപാടിയൊക്കെ പിടിക്കുന്നതുകൊണ്ട് ഭയങ്കര പാടാണിത്. അപ്പൊ എനിക്ക് തോന്നി ഈ പരിപാടിനെ കൊണ്ട് പറ്റൂല, രാവിലെ തൊട്ടായിട്ട് ഓരോ സിസ്റ്റത്തിൽ നോക്കി ഇരിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വല്ലാത്ത ഭയങ്കര ടാസ്ക് പരിപാടിയാണ്. പിന്നെ ബ്രേക്കൊക്കെ കുറയണം. അങ്ങനത്തെ എനിക്ക് തീരെ ഇൻട്രസ്റ്റ് ഇല്ലായിരുന്നു ഇതിൽ. അപ്പൊ ഞാൻ വേറെ എന്തെങ്കിലും ഫീൽഡ്, ബാങ്ക് കോച്ചിങ് അങ്ങനത്തെ എന്തെങ്കിലും പരിപാടി നോക്കണം എന്ന് വിചാരിച്ചാണ് ഇരുന്നത്. അപ്പം അങ്ങനത്തെ പരിപാടിയിലാണ് ഇരുന്നത്. സിനിമയിൽ അഭിനയിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമൊന്നുമില്ല പഴയ പോലെ. കാരണം ഇപ്പൊ ഞാൻ ഇതിലുള്ളതിൽ ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. എന്തെങ്കിലും ചെയ്യണം എന്നുള്ള അങ്ങനത്തെ അതെല്ലാവർക്കും ഉള്ള ആഗ്രഹമായിരിക്കും. ഞാൻ പറയുമ്പോ ചിലപ്പോ ആൾക്കാർക്ക് അത്, പക്ഷെ എല്ലാവർക്കും ഫെയിം ആവണം എന്നൊരു സാധനം കൊച്ചിലേ ഉണ്ടല്ലോ. എനിക്കത് ഉണ്ടായിരുന്നു. എനിക്കത് വലുതായപ്പോഴും പോയില്ല. അതാണ്. അപ്പം ഇപ്പൊ ഞാനത് ചെയ്യുന്നതിൽ ഞാൻ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ്. അപ്പൊ പിന്നെ പ്രൊഫഷൻ അങ്ങനെ അത് ചെയ്താലും എനിക്കിപ്പോ
അങ്ങനെ കുറച്ച് ഫിനാൻഷ്യലി നോക്കിയാലും അതിൽ കിട്ടുന്നതിലും ഒരു അത് കമ്പയർ ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിയും കിട്ടുന്നു. കിട്ടുന്നുണ്ട്, കുഴപ്പമില്ല. പിന്നെ അതുകൊണ്ട് തന്നെ ആയിരിക്കണം വീട്ടുകാർക്കും വലിയ കുഴപ്പമൊന്നും തോന്നുന്നില്ല. തോന്നിയില്ല. ആദ്യമൊന്നും വലിയ സത്യം പറഞ്ഞാൽ വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഇല്ലായിരുന്നു. കാരണം എന്നെ ബാക്കിയുള്ള വേറൊരു കാര്യത്തിൽ അങ്ങനെ ഫോഴ്സ് ചെയ്തൊന്നും പഠിക്കുന്ന സമയത്തൊന്നും അങ്ങനെ ഒരു കാര്യത്തിനും ഫോഴ്സ് ചെയ്യാറില്ല. എനിക്കിപ്പോൾ രാവിലെ എന്നിട്ട് സ്കൂളിൽ പോകണ്ടെന്ന് പറഞ്ഞാൽ പോകണ്ടെന്ന് പറയും. അത്രയ്ക്ക് ഫ്രീഡം ഉണ്ട്. അപ്പം കാരണം ബാക്കി ദിവസങ്ങളിൽ ഞാൻ പോകും, ബാക്കിയെല്ലാം അടിപൊളിയായിട്ട് നോക്കും, നമുക്ക് കുഴപ്പമൊന്നുമില്ല, പഠിക്കും. അതൊക്കെ കൊണ്ട് നമ്മൾ പോകുന്നില്ല എന്ന് പറഞ്ഞാൽ നിർബന്ധിക്കുക. അങ്ങനത്തെ ഫ്രീഡം ഒക്കെ ഉണ്ട്. ആവശ്യമില്ലാത്ത നമ്മുടെ കാര്യങ്ങൾ നമുക്ക് ഡിസൈൻ ചെയ്യാനുള്ള ഫ്രീഡം ഉണ്ട്. അല്ലാതെ ഇന്നതിന് പോകും അങ്ങനെ ചെയ്യണം അങ്ങനൊന്നും പറയുന്ന പരിപാടികളൊന്നും ഇല്ല. നല്ല ഒപ്പീനിയൻ ഫ്രീഡം തന്നെയാണ് നോക്കുന്നത്. അപ്പൊ അതിന്റെ ഒരു ഇതുണ്ട്. അപ്പം പക്ഷെ ഞാൻ പറഞ്ഞില്ല, ഇന്റേണൽ എക്സാം ഒക്കെ കളഞ്ഞിട്ട് വരുമ്പോൾ അച്ഛനൊരു താല്പര്യക്കുറവുണ്ടായിരുന്നു. ഞാൻ ഫസ്റ്റ് ആയിട്ട് ഓഡീഷന് പോകുമ്പോഴൊക്കെ ഞാൻ ഇച്ചിരി നെഗറ്റീവ് അടിച്ചൊക്കെയാണ് പോയത്. അച്ഛൻ രാവിലെ ഫോൺ വിളിച്ച് പരീക്ഷയാണ് നീ വരേണ്ട ഒരു കാര്യമില്ലായിരുന്നു അങ്ങനെയൊക്കെ പറഞ്ഞു. അപ്പോൾ എനിക്ക് വിഷമമായി. പക്ഷെ കിട്ടിക്കഴിഞ്ഞപ്പോൾ അച്ഛന് ഭയങ്കര സന്തോഷമായി. അച്ഛനാണ് എല്ലാവരോടും ഇപ്പോഴും എൻ്റെ എപ്പിസോഡ് വരുമ്പോൾ കല്യാണം വിളിക്കുന്ന പോലെയൊക്കെയാണ് അച്ഛൻ എല്ലാവരും ഫോൺ വിളിച്ച് വൈകുന്നേരം ഉച്ചതൊട്ട് ഫോൺ വിളിയാ. ഇന്നുണ്ട് ഇന്നാണ് വൈബ. അപ്പം അത് പിന്നെ മാറിയത്. ആദ്യം ചെറിയൊരു താല്പര്യക്കുറവുണ്ടായിരുന്നു. പിന്നെ അവർക്കും ഭയങ്കര അവര് ഈയിടെ അവാർഡ് ഷോയൊക്കെ വന്നപ്പോൾ ടി വിയിലൊക്കെ അവര് ചിലപ്പോൾ ജീവിതത്തിൽ വിചാരിച്ച കാണത്തില്ല, അവര് ടി വിയിൽ കാണിക്കും. അങ്ങനെ അവരൊക്കെ അതിൻ്റെ ഒരു ഹാപ്പിനെസ്സിലാണ്. ഇപ്പൊ ആ ഒരു എല്ലാവരും ഗോയിങ് വിത്ത് ദ ഫ്ലോ ആണ്, അറിയില്ലത് എങ്ങോട്ടാണ്. ഈ ഫെയിം ആവണം എന്ന് ആഗ്രഹിച്ചിരുന്നതല്ലേ, ഇപ്പൊ ഫെയിം ആയി, അപ്പൊ എന്ത് ഫീൽ ചെയ്യുന്നു? ചിലപ്പോ തോന്നുന്നു കുറച്ചുകൂടെ ചിന്തിക്കണ്ടായിരുന്നു, വേണ്ടായിരുന്നു. അതെന്താ ഫെയിം ആയപ്പം എന്തെങ്കിലും നമ്മളെ പറ്റിയോ? ഇല്ല, അങ്ങനല്ല, കുറച്ചുകൂടെ നമ്മളെ കുറിച്ച് തന്നെ കോൺഷ്യസ് ആയിരിക്കണം. അതൊക്കെ ഭയങ്കര ഞാൻ അങ്ങനൊന്നും ശ്രദ്ധിക്കുന്ന ആളല്ലായിരുന്നു. അപ്പൊ അത് നമ്മളിപ്പോ എവിടെയെങ്കിലും ഇറങ്ങി നിന്ന് കഴിഞ്ഞാൽ നമ്മളെവിടെ നിൽക്കുന്ന ആർക്കെങ്കിലും അറിയാതിരിക്കുവോ എന്ന് വിചാരിച്ച് നിൽക്കുക എന്ന് പറയുന്നത് ഭയങ്കര പാടാണ്. എന്താ അത്ര വലിയ കള്ളത്തരം കാണിക്കുന്നത്? കള്ളത്തരം ഒന്നല്ല, പക്ഷെ ആൾക്കാരെ നമ്മളെ മനസ്സിലാവാത്ത പോലെ നിന്ന് നമ്മളെ ശ്രദ്ധിക്കുന്ന ആൾക്കാരാണ്, നമുക്ക് മനസ്സിലാവും. അങ്ങനെ വെച്ചിരി എന്ത് ചെയ്യുമ്പോഴും അവര് നമ്മളെ ഇങ്ങനെ ശ്രദ്ധിച്ചോണ്ടിരിക്കും. അപ്പൊ അത് നമുക്ക് മനസ്സിലാവും. അപ്പം അങ്ങനത്തെ പെർഫോമർ, ബെസ്റ്റ് സ്റ്റാൻഡപ്പ് പെർഫോമർ ആയിട്ടാണ് കിട്ടിയത്. അവാർഡ് കിട്ടുന്ന പ്രതീക്ഷിച്ചിരുന്നോ? ഇല്ലില്ല. നോമിനേഷൻസ് വന്നപ്പം അറിഞ്ഞില്ലായിരുന്നോ? അറിഞ്ഞായിരുന്നു. എന്നിട്ട് സ്റ്റേജ് ഷോയിൽ ചെന്നപ്പോഴല്ലേ അറിയുന്നത് എനിക്കാണ് കിട്ടിയത്. അപ്പോഴുണ്ടായ ഒരു വികാരം എന്തായിരുന്നു? എനിക്കത് പറയാൻ പറ്റുമോ എന്നറിയത്തില്ല. എനിക്ക് ശരിക്കും ആക്ച്വലി അത് ജോൺ ചേട്ടന് എനിക്ക് ജോൺ ചേട്ടനെ ഭയങ്കര ഇഷ്ടമാണ്. ജോൺ ചേട്ടൻ ഭയങ്കര കിടുവാണ്, ഭയങ്കര ടാലന്റഡ് മനുഷ്യനാണ്. പുള്ളിയാണിത് എനിക്കൊന്ന് കേരളത്തിലെ ആൾക്കാരിലോട്ട് സ്റ്റാൻഡപ്പ് എത്തിക്കുന്നത് പുള്ളിയാണ്. പുള്ളിക്ക് അതിൻ്റെ ആ ഒരു ഇതുണ്ട്. അപ്പം ഈ പുള്ളിക്ക് കിട്ടണം എന്ന് എനിക്ക് ശരിക്കും ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ നമുക്ക് ഷെയർ ചെയ്ത് കിട്ടണം, അങ്ങനെ എന്തെങ്കിലും. അങ്ങനെയൊക്കെ ആണെങ്കിൽ അങ്ങനെ എനിക്കെന്തോ ആദ്യം കിട്ടിയപ്പോൾ ആ പോയിന്റിൽ എനിക്ക് പുള്ളിയാണ് ഓർമ്മ വന്നത്. എനിക്കെന്തോ അതിൻ്റെ ഒരു മടുപ്പുണ്ടായിരുന്നു, സന്തോഷം ഉണ്ടായിരുന്നു. കാരണം വീട്ടുകാർക്ക് ചിലപ്പോൾ നമുക്ക് കിട്ടണം എന്നുള്ള ആഗ്രഹം കാണും, അവര് നമ്മളെപ്പോലെ ചിന്തിക്കത്തില്ലല്ലോ. അപ്പൊ വീട്ടുകാരിയ്ക്കുമ്പോ വീട്ടുകാർക്ക് അത് ഭയങ്കര സന്തോഷമാകും എന്നുള്ളത് എനിക്കറിയാം. അപ്പം അതുകൊണ്ട് എനിക്കൊരു സന്തോഷം ഉണ്ടായിരുന്നു. ഈ സാധാരണ ഈ കോമഡി ഒത്തിരി പറയുന്നവര് റിയൽ ലൈഫിൽ കുറച്ച് ഇൻട്രോവേർട്ട് ആയിരിക്കും, അല്ലെങ്കിൽ കുറച്ച് സീരിയസ് ആയിട്ടുള്ളവരായിരിക്കും എന്നൊക്കെ പറയപ്പെടുന്നുണ്ട്. അങ്ങനെയാണോ മഹാദേവൻ? തോന്നുന്നുണ്ട്. ആണോ? പക്ഷെ എനിക്ക് തോന്നിയില്ലല്ലോ. അത് ഞാൻ ഇപ്പൊ കുറച്ചൊക്കെ അടിപൊളിയായിട്ട് വരുന്നുണ്ടല്ലേ. പണ്ടൊക്കെ ഭയങ്കര ശോകമായിരുന്നു. ആണോ? കൊച്ചു ചെറുപ്പത്തിലോ? അത് കുറച്ച് നാൾ മുന്നേ വരെ? എന്ന് വെച്ചാൽ ഞാൻ എന്റെ കംഫർട്ട് സോണിലല്ലാതെ ഇതുപോലൊന്നും സംസാരിക്കില്ല. പണ്ടൊക്കെ ആണെങ്കിൽ പ്രശ്നം. കാരണം ഞാൻ ഇന്റർവ്യൂ തുടങ്ങുന്നതിന് മുന്നേ ടെൻഷൻ ഉണ്ടോ ചോദിച്ചപ്പോ എന്തിന് ടെൻഷൻ? അതാണ് ഞാൻ പറഞ്ഞത്, ആ സാധനമൊക്കെ എനിക്ക് ഈയിടെ കിട്ടിയതാ, ഇതൊന്നും ഇല്ലായിരുന്നു. 2 ദിവസം മുന്നേ കിട്ടിയതാണോ? അല്ല, എനിക്ക് തന്നെ തോന്നി അങ്ങനെ നിന്നിട്ട് കാര്യമില്ല എന്നുള്ളത് തോന്നി. ഞാൻ മാറുന്നുണ്ട്, നമ്മള് ഡെവലപ്പ് ആവണമല്ലോ. ഞാൻ അങ്ങനെ ഉള്ളൂ, വേണമെങ്കിൽ മതി എന്നൊന്നും പറഞ്ഞ് നിൽക്കാനുള്ള സെറ്റപ്പ് ഒന്നും എനിക്കില്ല. ഞാൻ മാറണം കുറച്ചൊക്കെ. കാലത്തിനനുസരിച്ച് മാറുന്നതാണ്. ഇനിയും ജീവിതത്തിൽ മുന്നോട്ട് പോകുമ്പോൾ ഏറ്റവും വലിയ ആഗ്രഹം എന്താ? അങ്ങനൊന്നുമില്ല. വലിയ ഇന്ത്യ അറിയപ്പെടുന്ന ഒരു സ്റ്റാൻഡപ്പ് കൊമേഡിയനായി മാറണം, അല്ലെങ്കിൽ ഇന്ത്യ അറിയപ്പെടുന്ന ഒരു നടനായി മാറണം, അങ്ങനെയൊന്നുമില്ല. ഇല്ലില്ല, അങ്ങനെ എനിക്കങ്ങനെ ഞാനങ്ങനെ ഫ്യൂച്ചർ പ്ലാൻ ചെയ്യാറൊന്നുമില്ല. എനിക്കറിയത്തില്ല. ഞാൻ വിശ്വസിക്കുന്നത് നമുക്കൊക്കെ തീരെ ഗ്യാരണ്ടി ഇല്ലാത്തൊരു സംഭവമാണ് മനുഷ്യന്മാരെന്ന് പറയുന്നത്. നമ്മളെത്ര ദിവസമൊന്നും കാണുമെന്ന് അറിയത്തില്ല. അതുകൊണ്ട് ഞാൻ ഭയങ്കര ആ മൊമെന്റ് എൻജോയ് ചെയ്യാന്നുള്ളൊരു പ്രിൻസിപ്പിളാണ് ഞാൻ പോകുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇതൊക്കെ ചെയ്യുന്നത്. ഞാൻ ഇടയ്ക്ക് ചില പോയിന്റിലൊക്കെ നമ്മൾ
ചിന്തിക്കും നമ്മൾ ഇതിൽ തന്നെ തുടരണോ അതോ പ്രൊഫഷണൽ പരിപാടി നോക്കണോ, ഒരു ജോലിയല്ലേ കുറച്ചും കൂടെ സേഫ്, എത്ര കാലം ഇതിൽ നിൽക്കാൻ പറ്റും എന്നൊക്കെ ഉള്ളത് നമ്മളെ അലട്ടുന്ന വിഷയങ്ങളാണ്. അത് ചിന്തിക്കുമ്പോൾ ഞാനത് പിന്നെ കുറച്ചു നേരം ചിന്തിക്കുമ്പോൾ ഞാൻ പിന്നെ അത് ചിന്തിക്കാതിരിക്കുന്നത് ഇതൊക്കെ കൊണ്ടാണ്. കാരണം ചിലപ്പോൾ നമുക്കറിയത്തില്ല നമ്മൾ എത്രത്തോളം കാലം കാണും എന്നുള്ളതൊന്നും. 50-ാമത്തെ വയസ്സ് ഞാൻ എന്ത് ചെയ്യണമെന്ന് ഇപ്പം ഞാൻ ആലോചിച്ച് വെച്ചിട്ട് ഞാൻ 30-ാമത്തെ വയസ്സിൽ തട്ടിപ്പോയി കഴിഞ്ഞാൽ എന്താണ്, വേസ്റ്റ് അല്ലേ? അതുകൊണ്ട് ഞാൻ പോകുന്ന പോലൊക്കെ പോട്ടെ എന്നുള്ള ഫ്യൂച്ചർ പ്ലാൻ ചെയ്തൊന്നല്ല, എന്നാലും ഇത് എന്റെ ജീവിതത്തിൽ സംഭവിക്കണം അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ നല്ലത്. അങ്ങനെ ഉള്ള അത്രേ ഉള്ളൂ. ആഗ്രഹമുണ്ടോ? ഞാൻ പണ്ട് കുറെ സ്വപ്നം കാണുമായിരുന്നു. എൻ്റെ ഏറ്റവും വലിയ സ്വപ്നം എന്താണെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾ ഞെട്ടും. ചൈറ്റിലിടാം കമ്പനിയിൽ. അതെ അതെ, മഹാദേവന്റെ സ്വപ്നം എന്താണെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഞെട്ടും. പറയൂ. അത് എനിക്ക് ശരിക്കും ഇന്റർവ്യൂ കൊടുക്കണം എന്നുള്ളായിരുന്നു എൻ്റെ ഏറ്റവും വലിയ സ്വപ്നം. ഫിലിം സ്റ്റാർസിന്റെ അല്ലല്ല, എന്റെ ഇന്റർവ്യൂ ആൾക്കാർ എടുക്കണം എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ. അങ്ങനെ മനസ്സിലായി. കാരണം ഞാൻ ഇന്റർവ്യൂസ് ഒരുപാട് ഇരുന്ന് കാണും, ഒരുപാട് കാണും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇന്റർവ്യൂസ് കാണുന്നത്. അപ്പം ഞാനിങ്ങനെ രാത്രിയിലൊക്കെ കിടക്കുമ്പോൾ ഞാൻ കൂടുതലും സ്വപ്നം കണ്ടുകൊണ്ടിരുന്നത് ഇങ്ങനെ എൻ്റെ ഇന്റർവ്യൂ ആൾക്കാർ എടുക്കുന്നതാണ്. എന്നോട് ക്വസ്റ്റ്യൻ ചോദിക്കും, ഞാൻ തന്നെ ക്വസ്റ്റ്യൻ ചോദിക്കും, ഞാൻ തന്നെ ആൻസർ പറയും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ആൾക്കാർ പണ്ടേ ആരാണ്ടൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ ഇങ്ങനെ സ്വപ്നം കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഡെവലപ്പ് മറ്റേ കുന്നോളം ആഗ്രഹിച്ചാൽ കുന്നിക്കരോളം കിട്ടും, അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. പക്ഷെ എനിക്കതിലൊന്നും തീരെ വിശ്വാസമില്ലായിരുന്നു. കാരണം ആഗ്രഹം മാത്രം പോരാ, എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ വേണം എന്നുള്ളൊരു സാധനമാണ്. പക്ഷെ ഞാനായിട്ടൊന്നും ചെയ്യുന്നുമില്ല, പക്ഷെ എനിക്ക് ഭയങ്കര ആഗ്രഹമാണ്. എനിക്കറിയത് നടക്കത്തൊന്നും ഇല്ലാന്ന്, ഞാൻ എൻ്റെ ഒരു സന്തോഷത്തിന് കാണുന്നതാണ്. അങ്ങനെ ഞാൻ ചെയ്യുമായിരുന്നു. പക്ഷെ ഇതൊക്കെ നടന്നു വന്നപ്പോൾ കുറെ ഇന്റർവ്യൂ ഒക്കെ അതൊക്കെ ആയപ്പോ എനിക്ക് തോന്നി തുടങ്ങി. അപ്പൊ ഞാൻ വിചാരിക്കാറുണ്ട് ശരിയായി. അപ്പൊ ഈ സ്വന്തമായിട്ട് ഇന്റർവ്യൂ എടുക്കുന്നൊക്കെ ആലോചിച്ചെന്ന് പറഞ്ഞില്ലേ, അപ്പം സ്വന്തമായിട്ട് ചോദിച്ച കുറച്ച് ചോദ്യങ്ങൾ പറഞ്ഞേ. ഇല്ല, അത് ഞാൻ കാണുന്ന ഇന്റർവ്യൂവിന്റെ അടുത്ത് ഞാൻ അവരോട് ചോദിക്കുന്നൊക്കെ ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയൂ എന്തായിരുന്നു സ്വന്തമായിട്ട്. സ്വന്തം സെൽഫ് പറയത്തില്ലെന്നാണ് പറഞ്ഞു വരുന്നത്. അങ്ങനല്ല, ഞാൻ അങ്ങനെ പർട്ടിക്കുലർ ഒരു ചോദ്യം ഒന്നുമില്ല. ചുമ്മാ അവരോട് ഞാൻ കാണുന്ന ഇന്റർവ്യൂവിൽ ഇൻട്രസ്റ്റിംഗ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഞാൻ എന്നോട് ചോദിച്ചാൽ ഞാൻ എങ്ങനെ ആൻസർ പറയുന്ന രീതിയിലൊക്കെ ഒക്കെ ഉണ്ടായിരുന്നു. ഇതൊക്കെ ചെറുതായിരുന്നു ഡിഗ്രിയിലൊക്കെ. ചെറിയ ചെറിയ വട്ടുകളല്ലേ വലിയ വലിയ നേട്ടങ്ങളായി മാറുന്നത് അല്ലേ? അതെ. ഇപ്പൊ ഈ സോഷ്യൽ മീഡിയ, യൂട്യൂബ്, ഇൻസ്റ്റാഗ്രാം, ഇപ്പം ചാനലിലാണ് നമ്മളുടെ പ്രോഗ്രാം ടെലികാസ്റ്റ് ചെയ്തെങ്കിലും യൂട്യൂബിൽ അത് വൈറലാകുന്നു, ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഒരുപാട് ഷോർട്സ് റീൽസ് ആയിട്ട് പോകുന്നു, അങ്ങനെയൊക്കെ പോകുന്നു. അപ്പൊ ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് വളർന്നു വരുന്ന കലാകാരന്മാർക്ക് ഒരുപാട് യൂസ്ഫുൾ ആണോ? അതിനെന്തെങ്കിലും നെഗറ്റീവ് സൈഡ്സ്? ഭയങ്കര യൂസ്ഫുൾ ആണെന്നാണ് എനിക്ക് തോന്നുന്നത് എൻ്റെ ഒരു സൈഡിൽ. കാരണം നമ്മളിപ്പം യൂട്യൂബിൽ മാത്രമാണ് ഒരു കണ്ടന്റ് ഇറങ്ങുന്നതെങ്കിൽ ആ ഒരു ഓഡിയൻസ് ആയിരിക്കും ചിലപ്പോൾ കാണുന്നത്. ഇപ്പൊ യൂട്യൂബ് ഒന്നും അങ്ങനെ എടുത്ത് കാണാത്ത, അല്ല അതിലെ കണ്ടന്റ് നോക്കാത്ത ആൾക്കാർ കാണും. അപ്പോൾ അതേ കണ്ടന്റിന്റെ ഒരു ബിറ്റ് ഇൻസ്റ്റാഗ്രാമിൽ വരുവാണെങ്കിൽ ആൾക്കാർ ചിലപ്പോൾ അത് കാണും. അപ്പോൾ ആൾക്കാർക്ക് ഇത് ഫുൾ കണ്ടാലോ എന്ന് തോന്നി യൂട്യൂബിൽ പോയി ഇത് കാണും. ഇതെല്ലാം ഇന്റർ കണക്റ്റഡ് ആണല്ലോ. ആ ഒരു സംഭവം എല്ലാവർക്കും രക്ഷപ്പെടാൻ ചിലപ്പോൾ എന്നെയൊക്കെ അത് നല്ല രീതിയിൽ സഹായിച്ചിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം നമ്മുടെ ഒരു കണ്ടന്റിൽ ഒരു ബിറ്റൊക്കെ ഇൻസ്റ്റാഗ്രാമിൽ കട്ട് വന്നത് കൊണ്ടാണ്. അതൊക്കെ ചെയ്യുന്ന ആൾക്കാർ അവരെന്ത് പ്രതീക്ഷിച്ചിട്ടാണ് ഇത് ചെയ്യുന്നത് അവർക്ക് അതറിയത്തില്ല. പക്ഷെ അതൊക്കെ ഭയങ്കര കാര്യമല്ലേ. ആ കണ്ടന്റിന്റെ ഒരു ബിറ്റൊക്കെ കിട്ടുന്ന എൻ്റെ ഫുൾ വീഡിയോ കാണാതൊക്കെ എനിക്ക് പല പല ബിറ്റ് കണ്ടിട്ട് അത് കണ്ടിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് സംസാരിച്ച ആൾക്കാരുണ്ട്. അങ്ങനെ ഇൻസ്റ്റയിൽ കുറെ കണ്ടിട്ടുണ്ട്. അങ്ങനെയൊക്കെ നല്ല രീതിയിൽ ക്ലിക്കായി പോയ ബിറ്റുകളൊക്കെ ഉണ്ട്. ഈ സോഷ്യൽ മീഡിയ എന്തെങ്കിലും നെഗറ്റീവ് ഇമ്പാക്ട് ഉണ്ടാക്കും എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? നെഗറ്റീവ് ഇതുപോലെ തന്നെ ഒരാളെ പൊക്കി കഴിഞ്ഞാൽ ഇവര് തന്നെ താക്കും. അതാണ്, അത് താക്കാതിരിക്കാനുള്ള പരിപാടി നോക്കുകയാണ് നമ്മൾ രക്ഷപ്പെടാനുള്ള നമ്മുടെ ഇക്വേഷൻ. അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടാവുകയാണ്, നമ്മൾ പറഞ്ഞൊരു കോമഡി പറഞ്ഞു പോയി, ആളുകളുടെ ഒരു നെഗറ്റീവ് ഇമ്പാക്ട് ഉണ്ടായി നോക്കുക, അപ്പൊ എന്ത് ചെയ്യും? ഉണ്ടാവാതിരിക്കുക എന്നുള്ളതാണ് ഞാൻ നോക്കുന്നത്. ഉണ്ടായി കഴിഞ്ഞാല് എന്താ ചെയ്യാൻ പറ്റും? ചിരിച്ചു തള്ളാതെ ഉത്തരം പറ. ഇല്ല, ആൾക്കാർക്ക് അതാണ് ഏറ്റവും വലിയ. നമ്മൾ എത്ര നല്ലത് ചെയ്താലും ആൾക്കാർക്ക് ഒരു നെഗറ്റീവ് മതി. പിന്നെ അത് ചിലപ്പോൾ അടുത്ത 5 വർഷത്തേക്ക് ഓടും. നമ്മുടെ നല്ലതൊന്നും ഓടൂല. അതാണ് ആ ഒരു ഇഷ്യൂ ഉണ്ട്. അതുകൊണ്ട് പിന്നെ എത്ര അതിനെ കവർ ചെയ്യാൻ ശ്രമിച്ചാലും അത് നെഗറ്റീവ് ആണ്. ഈ പ്രോഗ്രാം ചെയ്യുന്നു, ഒരുപാട് ഷോസ് ചെയ്യുന്നു, ഇതൊന്നും അല്ലാതെ ജീവിതത്തിൽ ഏറ്റവും അധികം ആസ്വദിക്കുന്നത് എന്ത് ചെയ്യുമ്പോഴാണ്? എന്താ ഒരു കള്ളം? വെറുതെ ഇരിക്കുമ്പോഴൊക്കെ എനിക്ക് വെറുതെ ഇരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഒഴിവ് നേരങ്ങളിൽ വെറുതെ ഇരിക്കുന്നല്ലേ? വെറുതെ ഇരിക്കാനാണ് ഇഷ്ടം. ഞാൻ വിചാരിച്ച യാത്ര ചെയ്യാൻ പോകും, കൂട്ടുകാരുടെ കറങ്ങാൻ പോകും എന്നൊക്കെ പറയുന്നത്. എനിക്ക് എല്ലാം ഇഷ്ടമാണ്, അതാണ് ഞാൻ പറഞ്ഞത്. എനിക്കെന്തോ ഹെക്ടിക് അല്ലാത്ത എന്ത് പരിപാടി ചെയ്താലും ഞാൻ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ്. ചുമ്മാ കുറച്ചു നേരമൊക്കെ എനിക്ക് ചിലപ്പം
എന്താണ് കുറച്ച് സമയമൊക്കെ പാട്ട് കേൾക്കാനൊക്കെ പറ്റും. എന്തൊരു സുഖം, എന്തൊരു അടിപൊളി, അങ്ങനെയൊക്കെ ഞാൻ വിചാരിക്കാറുണ്ട്. എല്ലാം എൻജോയ് ചെയ്യാറുണ്ട്. ഉച്ചയ്ക്ക് ഊണ് കഴിക്കുക, കിടന്നുറങ്ങുക, പാട്ട് കേൾക്കുക, അങ്ങനെയൊക്കെയാണോ? അങ്ങനെയല്ല, ഉച്ചയ്ക്ക് എഴുന്നേറ്റിട്ട് ഉച്ചയ്ക്ക് ഊണ് കഴിക്കുക. അത് കൊള്ളാം, അത് നല്ലതാ. അപ്പം ഏറ്റവും ഇഷ്ടപ്പെട്ട സ്റ്റാൻഡപ്പ് കൊമേഡിയൻ ആരാണെന്നാണ് പറഞ്ഞത്? അതെ, ആരാ? അതെനിക്ക് ഇഷ്ടപ്പെട്ടു. അത് കൊള്ളാം, ഒന്നുകൂടെ ഉച്ചത്തിൽ പറഞ്ഞോളൂ ഉത്തരം. വേണ്ട, ചുമ്മാ പറഞ്ഞതാണ്. മൈക്കിൽ കിട്ടിയിട്ടുണ്ട്, കുഴപ്പമില്ല. മഹാദേവൻ തന്നെയാണ് ട്ടോ ഉത്തരം പറഞ്ഞത്. അല്ലല്ല, ചുമ്മാ അങ്ങനെയല്ല. അങ്ങനല്ല, എനിക്ക് അങ്ങനെ ഒരാളെന്നൊന്നുമില്ല. ഇപ്പം ഞാൻ ജോൺ ചേട്ടൻ്റെ ഇന്റർവ്യൂസ് ഒക്കെ ജോൺ ചേട്ടൻ മറ്റേ രാജശേഖർ മമിതാനം എന്ന് പറഞ്ഞ ഒരാളെ ഇഷ്ടമാണെന്ന് പറഞ്ഞു കേട്ടിട്ട് ഞാൻ പറഞ്ഞില്ല, സ്റ്റാൻഡപ്പ് ഒന്നും കാണാറില്ല, ഇപ്പോഴും ഞാൻ കാണാറില്ല. ഞാൻ അങ്ങനെ അധികം ഒന്നും എനിക്ക് അങ്ങനെ അധികം ചിലർ ഭയങ്കരമായിട്ട് സംസാരിക്കും, മറ്റേ പുള്ളിയുടെ സാധനമൊക്കെ ഭയം എന്നൊക്കെ പറഞ്ഞു. എനിക്കറിയത്തൊന്നുമില്ല, നമുക്കറിയത്തില്ലെന്ന് പറഞ്ഞാൽ നാണക്കേടാണ്. അതുകൊണ്ട് ഞാൻ എന്നൊക്കെ പറയും. കുറച്ചൊക്കെ ഇത് വേണമല്ലോ. അപ്പം ഈ രാജശേഖർ മമിതാനയുടെ കണ്ടന്റ്സ് ഞാൻ കണ്ടിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഞാൻ പുള്ളിയെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് നോട്ടിഫിക്കേഷൻ വരുമ്പോൾ പുള്ളിയുടെ കാണാറുണ്ട്. പിന്നെ ജോൺ ചേട്ടൻ്റെ കണ്ടന്റ് ഇഷ്ടമാണ്. പിന്നെ നമ്മുടെ തന്നെ CCP ചെയ്യുന്ന, നമ്മുടെ കളക്റ്റീവായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്, കൊച്ചിൻ കോമഡി പ്രോജക്ട് എന്ന് പറഞ്ഞിട്ട്, പ്ലഗ് ഇൻ ചെയ്യാറൊക്കെ. നിങ്ങൾ ഒരു 4 പേരും കൂടി ഒരുമിച്ച് നിന്നിട്ടല്ലേ? 4 അല്ല 6 പേരുണ്ട്. 5 പേരാണ് മെയിനായിട്ട് വരുന്നത്. അതിൽ പിന്നെ 2 പേര് ഷിഫ്റ്റിൽ അങ്ങനെ ലൈനപ്പിൽ മാറി മാറി വരും. നമുക്ക് മൊത്തം 19 ആർട്ടിസ്റ്റ്. മൊത്തം നമ്മുടെ ഗ്രൂപ്പിലൊക്കെ കുറെ 50 പേരിൽ മേളിലൊക്കെ ഉണ്ട്. ഗ്രൂപ്പിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു CCPയുടെ ഒരു ഭാഗം എന്നുള്ള രീതിയിൽ CCPയിൽ നമുക്കൊരു അസിസ്റ്റൻസിനൊക്കെ ആയിട്ട് അങ്ങനത്തെ രീതിയിലൊക്കെ നമുക്കൊരു അസിസ്റ്റൻസ് ഇല്ല, അവർക്കൊരു അസിസ്റ്റൻസ് അങ്ങനെയൊക്കെ നിൽക്കാറുണ്ട് നമ്മള്. അപ്പൊ അങ്ങനെയല്ല നമ്മൾ വർക്ക് നമ്മളിപ്പോ മെയിൻ ഷോ പോകുന്ന നമ്മൾ 5 പേരിൽ ആണ്. പിന്നെ 2 പേരിൽ ആയാലും ഒരാൾ മാറി മാറി വരും. അങ്ങനെ അവരുടെയൊക്കെ കണ്ടന്റ് ഒക്കെ ഭയങ്കര അടിപൊളിയാണ്, ആസ്വദിക്കാറുണ്ട്. ഈ ഡെയിലി കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ എന്താണ് ആ പ്രചോദനം ഉള്ളില്? കാരണം ഓരോ ക്രിയേറ്റിവിറ്റിയുടെ പുറകിലും ഓരോ ഇൻസ്പിറേഷനുകൾ ഉണ്ടാവുമല്ലോ. എങ്ങനെയാണ് അതിലേക്കൊക്കെ വരുന്നത്? ചിലരുടെ സാധനമൊക്കെ കാണുമ്പോൾ നമുക്ക് ഈഗോ അടിക്കും, ഇതെനിക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ എന്നൊക്കെ തോന്നും. നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റില്ലല്ലോ അങ്ങനെയൊക്കെ തോന്നും. അപ്പം നമുക്ക് എന്താണ് നമ്മുടെ കണ്ടന്റ് കേൾക്കുമ്പോൾ ആൾക്കാർക്ക് ഇതുവരെ തോന്നുന്നു ഇതെന്തൊരു കിടിലമാണ്. അങ്ങനത്തെ കിടിലൻ സാധനങ്ങൾ എനിക്കൊന്ന് ബേസിക്കലി ഇത് കുറച്ച് ബ്രില്യൻസ് ആണെന്ന് തോന്നുന്നു, ഹ്യൂമർ സെൻസ് എന്ന് അല്ലേ. ഇത് കണക്ട് ചെയ്ത് ഞാൻ ബ്രില്യൻ ആണെന്നല്ലേ ഞാൻ പറഞ്ഞത്. വേറെ ആൾക്കാർ ചെയ്യുമ്പോൾ എനിക്കത് ഭയങ്കര എന്തൊരു ബ്രില്യൻ ആണ് ഈ സാധനം ഇങ്ങനെ ചെയ്ത്, നമുക്കത് ചിന്തിക്കാൻ പറ്റില്ലോ എന്ന് തോന്നും. അപ്പൊ അങ്ങനത്തെ നല്ല സാധനങ്ങൾ നമുക്ക് ഉണ്ടാക്കണം എന്ന് തോന്നും. അങ്ങനെയൊക്കെ വരുന്നതാണ്. ചില സാധനങ്ങളൊക്കെ തന്നെ കിട്ടുന്നതാണ്. ചിലപ്പോൾ അതിന് അത്ര അടിപൊളിയായിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന സാധനത്തിന് വരത്തില്ല, ഉണ്ടാക്കാനൊന്നും പറ്റത്തില്ല ഈ പറയുന്ന പോലെ. ഈ സ്റ്റേജിൽ നിൽക്കുന്ന സമയത്ത് പറഞ്ഞു പോകുന്ന വഴി സ്ക്രിപ്റ്റിൽ ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് ഇംപ്രവൈസ് ചെയ്യാറുണ്ടോ? എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ആൾക്കാർക്കും അത് ഭയങ്കര ഇഷ്ടമാണ്. സ്പോട്ടില് സ്പോണ്ടേനിയസ് ആയിട്ട് ചെയ്യാൻ. അങ്ങനെയാണ് കൂടുതലും ചെയ്യാറുള്ളത്. ജസ്റ്റ് ഒരു ത്രെഡ് ആയിട്ട് പോകുന്നു, അവിടെ ചെന്ന് നിന്നിട്ട് ഡെവലപ്പ് ചെയ്യുന്നത്, അതോ സ്ക്രിപ്റ്റ് ആയിട്ട് പ്രിപ്പയർ ചെയ്തിട്ട് തന്നെയാണോ? സ്ക്രിപ്റ്റ് ആയിട്ട് പ്രിപ്പയർഡ് ആണ്, പക്ഷെ ഇതിനിടയ്ക്ക് ഗ്യാപ്പ് കിട്ടിയാൽ മറ്റേത് പഠിക്കും. ഗ്യാപ്പ് കിട്ടിയാൽ ഞാൻ ഇംപ്രവൈസ് ചെയ്ത് സ്വന്തമായിട്ട് ഇറക്കിയ ഒരു സ്കിറ്റില് അല്ലെങ്കിൽ ഒരു സ്ക്രിപ്റ്റ് പെർഫോം ചെയ്തതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഏതാ? എനിക്ക് മറ്റേ പ്രായമായവര് മറ്റേ സ്മാർട്ട് ഫോൺ ഉപയോഗിക്കുന്ന അമ്മാവന്റെ അതെനിക്ക് ഭയങ്കര ഞാൻ ഭയങ്കര പെട്ടെന്ന് ചെയ്തതാ. കാരണം അത് ഗോൾഡൻ ബസർ അടിച്ചിട്ട് 4ാമത്തെ സ്ഥാനത്തിൽ ഗോൾഡൻ ബസർ അടിച്ചിട്ട് പിന്നെ അപ്പൊ ഞാൻ ഓർത്ത് ഇനി നല്ല ഗ്യാപ്പ് ആവാം, കാരണം പ്രഷറായി. ഗോൾഡൻ അടിച്ചു കഴിഞ്ഞപ്പം നമ്മൾ അടുത്ത കണ്ടന്റ് എന്തായാലും ഭയങ്കര കിടിലായിരിക്കണം എന്നുള്ളൊരു സംഭവം ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ഇനി കുറച്ച് വിശ്രമം ആവാം, അപ്പൊ അതൊക്കെ മതി. നല്ലത് ഇനി അതുപോലെ ചെയ്യാൻ പറ്റുമോ എന്നുള്ള കോൺഫിഡൻസ് ഒന്നുമില്ല, പക്ഷെ എന്തോ പോയിന്റിൽ ഈ സാധനം ഭയങ്കര പെട്ടെന്ന് ചെയ്തതാ. അപ്പൊ എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ചെയ്തപ്പോഴും എനിക്ക് ഭയങ്കര അതിന്റെ ഔട്ടും ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മൊത്തത്തിൽ. അത് വിനീത് ശ്രീനിവാസൻ, ആസിഫ് അലി അവരൊക്കെ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. നമ്മുടെ സാധനത്തിന് വിനീത് ശ്രീനിവാസൻ അങ്ങനെ ജീവിക്കാന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ഭയങ്കര കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് ആ സാധനം. ഞാൻ അത് ഇടയ്ക്കെടുത്ത് കാണാറുണ്ട്. അത് കണ്ടിട്ട് ഇതുപോലെ ഒരെണ്ണം ഉണ്ടാക്കാൻ പറ്റുന്നില്ലല്ലോ, ഇനിയും ഉണ്ടാക്കാൻ പറ്റുന്നില്ലല്ലോ അങ്ങനെയൊക്കെ വിചാരിക്കാറുണ്ട്. എനിക്ക് ഏറ്റവും അധികം വൈറലായ വീഡിയോ അത് തന്നെയാണ്. 3 മില്യൺ ഒക്കെ ക്രോസ് ചെയ്തിട്ടുണ്ട്. 3 മില്യൺ ഒക്കെ ക്രോസ് ചെയ്തു. ഓക്കെ, അപ്പം നമ്മളുടെ ഒരു സെഗ്മെന്റ് ആണ് ഫോൺ എ ഫ്രണ്ട് എന്ന് പറഞ്ഞിട്ട്. വിളിക്കണം. അപ്പം ഒന്നുകിൽ ഇരുചിരി ബെമ്പർച്ചിരി. നമ്മൾ പ്രതീക്ഷിത ഗൗതം ശശിയെ വിളിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. വിളിക്കോ? ഞാൻ 2 ദിവസമായിട്ട് വിളിച്ചിട്ട് എടുത്തിട്ടില്ല. തിരിച്ചു വിളിക്കും. ഇങ്ങോട്ട് വിളിച്ചിട്ട് എടുത്തില്ല, അപ്പൊ തിരിച്ചു വിളിക്കും, എന്തായാലും വിളിക്കൂ. എന്താണ് ഞാൻ പറഞ്ഞത്?
പ്രാങ്ക് ചെയ്താൽ മതി, പറ്റിച്ചാൽ മതി. പറ്റിക്കാൻ പറ്റത്തില്ല ശശി, അതാണ്. ശ്രമിക്കും. ഞാൻ വിളിച്ചാൽ മച്ചാൻ എവിടാണ് എന്താണെന്ന് ചോദിച്ച് സീനാക്കും. ആ ഞാൻ ഇതുണ്ട്, മിസ് കോൾ ഉണ്ട് 2 അപ്പൊ എന്തായാലും വിളിക്കണം. ഹലോ മച്ചാനെ. മച്ചാനെ ഞാൻ ഒരു ക്രിട്ടിക്കൽ സിറ്റുവേഷനിലേക്കാണ്. മച്ചാൻ ഒരു കൗണ്ടർ പറഞ്ഞു തരാൻ പറ്റുമോ? എന്താണ് സംഭവം? ഏ എന്താണ് സംഭവം? പെട്ടെന്ന് അടിക്കാൻ പറ്റിയ, ആൾക്കാരെ ഇമ്പ്രസ് ചെയ്യാൻ പറ്റിയ ഒരു കോമഡി പറഞ്ഞു തരാമോ? എന്തിനെ പറ്റിയാണ്? എന്തെങ്കിലും മച്ചാൻ എന്തിനെ പറ്റിയെങ്കിലും വൃത്തിയോട് പറയരുത്. ആൾക്കാർ ഇംപ്രസ് ചെയ്യണം. എന്താണ് സിറ്റുവേഷൻ? സിറ്റുവേഷൻ അങ്ങനെയൊന്നുമില്ല, ചുമ്മാ ഒരാളൊരു കോമഡി പറയാൻ പറഞ്ഞാൽ എന്ത് പറയും? അങ്ങനെ ചുമ്മാ ഒരാൾ ഒരു കോമഡി പറയാൻ വന്നാ നീ തിരിച്ചെന്ത് പറയുന്ന? ആ അതായത് അവരെ താറ്റാനാണ്. ഇല്ല, താറ്റണ്ട, കുഴപ്പമില്ലാത്തൊരു നല്ല ശുദ്ധഹാസ്യം അടിക്കാൻ പറ്റുമോ? പെണ്ണുങ്ങള് എന്താണ് പറഞ്ഞത് ഇപ്പം? എന്താണ് പറഞ്ഞു വെച്ചേക്കണം? അല്ല, സ്റ്റാൻഡപ്പ് കൊമേഡിയൻ അല്ലേ, പെട്ടെന്നൊക്കെ ഇങ്ങനെ ഒരു കോമഡി പറയാൻ പറഞ്ഞാൽ സെറ്റ് ആവണ്ടേ, അങ്ങനൊക്കെ ചോദിച്ചു. ഇങ്ങനെ പറ, 1/2 കിലോ ഓറഞ്ച് വാങ്ങിച്ചു തരാന്ന് പറഞ്ഞാൽ വാങ്ങിച്ചു തരാം, പക്ഷെ പെട്ടെന്ന് ഒരു കോമഡി പറയാൻ പറഞ്ഞാൽ പറയാൻ പറ്റില്ല. അതുകൊണ്ട് റെസ്പെക്ട് കൊമേഡിയൻസ് എന്ന് പറ. ഓക്കെ ഇവിടെ ചിരി കിട്ടി. ഞാൻ ഒരു ഇന്റർവ്യൂല് ഇരിക്കുകയാണ്, ഇവര് മച്ചാരെ വിളിക്കാൻ പറഞ്ഞതിനെ കൊണ്ട് വിളിപ്പിച്ചതാ. ഞാൻ ഇത്ര തൊട്ടി ചോദ്യം ചോദിച്ചിട്ട് മച്ചാരെ മനസ്സിലായില്ലേ? കട്ട് ചെയ്ത് അതെ ഇന്റർവ്യൂ കുഴപ്പമില്ല. ഇവിടെ ഇവർക്ക് എല്ലാരും ഒരു ഹായ് കൊടുത്തേക്ക്. സ്പീക്കറാ. ഹലോ ആ അതാണ് ഞാൻ ശ്രമിച്ചത്. വിളിക്കാം. ഇതൊക്കെ കട്ട് ചെയ്ത് പോകും. ഓക്കെ